നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാപ്പി പാപ്പി കഞ്ഞി കുടിക്കാൻ വന്നിരിക്കുകയാണ്. പാപ്പിയും അമ്മയ്ക്കും കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ട് എന്താ വെച്ചാൽ പാപ്പിക്ക് ചെറിയൊരു ജലദോഷവും ഒക്കെ ഇന്നലെ ആശുപത്രിയിലൊക്കെ പോയി. എന്തേന്നാ ശരി ശരി ജലദോഷം ആയിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ കുറേ സമാധാനമായി. ഇപ്പോൾ പാപ്പിക്ക് ഇന്നലെ വൈകിട്ട് ചെറിയൊരു ചൂട് പോലെ തോന്നി. അപ്പം തന്നെ ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ട് ഉറങ്ങി എണിച്ച് ഭയങ്കര വാശിയിലിരിക്കുകയാണ്. അപ്പോൾ കഞ്ഞി കൊടുക്കട്ടെ, കഞ്ഞി കൊടുക്കാതിരുന്ന ഇതാവില്ല. ഇന്ന് രോഷിക്ക് ക്ലാസ് ഒന്നുമില്ല. കഞ്ഞി മാമ കഴിച്ച് ടാറ്റ പോണം. പൊടിയരി കഞ്ഞി വെക്കട്ടെ, കഞ്ഞി വെക്കട്ടെ പൊടിയരി. എന്ത് വേണം, എന്ത് വേണം പറ പാപ്പിയെ. കായ് തരട്ടെ? ഒന്നും വേണ്ട. ശരി ശരി പോട്ടെ. വിഷമത്തോടെ ഇരിക്കുകയാണ്. സ്കൂളിലൊന്നും പോവണ്ട കേട്ടാ. ഇന്നും നാളെ ഒന്നും സ്കൂളിൽ പോവണ്ട. പോണ്ട കേട്ടാ കുട്ടി. ഓക്കെ, സ്കൂളിലൊന്നും പോവണ്ട. രോഷിന് നോക്കണം. മാമ കഞ്ഞി, മാമ കഞ്ഞി. എവിടെ ഒരു അന്നം പോലും വാങ്ങി തോന്നില്ലായിരുന്നു. ശരി. ഇതെന്താ മോവൊക്കെ ഇങ്ങനെ പോകുന്നു? വിഷമം കൊണ്ടാണ്. ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വരാം. ഇപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടാവും. ഇവിടെ നല്ല മഴയും ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മൊത്തത്തിലൊക്കെ പനി വന്നു. രണ്ട് ദിവസമായി എനിക്ക് പനി വന്നിട്ട്. ഇന്ന് കുഴപ്പമില്ല. ഇന്നലെ പാപ്പിക്ക് നല്ല ഒരു പനിൻ്റെ ലക്ഷണം കണ്ടു. ഇങ്ങനെ മാറുമ്പോൾ നമുക്കറിയില്ല. പിന്നെ വൈകുന്നേരം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ചപ്പോൾ അവളും ഓക്കെ ആയി. 2 ദിവസമായിട്ട് സ്കൂളിലേക്കൊന്നും അയച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോണതാണല്ലോ. പനി വന്നിട്ട് നമ്മൾ അയക്കണം, ശരിയല്ലല്ലോ. അങ്ങനെ രോഷിക്ക് മാത്രം പനി വന്നിട്ടില്ല. പിന്നെ എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കണോ? വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വയ്യാത്തത് കൊണ്ടേ. ക്ഷീണമായപ്പോൾ എനിക്ക് നന്നായിട്ട് പനി വന്നു. 2 ദിവസം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വീഡിയോസോ കാര്യങ്ങളോ ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി നോക്കും. അങ്ങനെ പോകും. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് വന്നത് പാപ്പി? 2-3 ദിവസത്തിൽ എന്താ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ. 2 ദിവസമായി. ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട് ഒഴിഞ്ഞപ്പോൾ നമ്മുടെ സോഫയൊന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം തീരെ കുറവായിരിക്കും. അപ്പോൾ സോഫ അത്യാവശ്യം വലിയ സോഫയാണല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ അത് പാലക്കാട് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെ വന്നു. വണ്ടി പിടിച്ചിട്ട് വരുമ്പോൾ എന്നാലും അതിനൊപ്പം തിരിച്ച് പോവുകയും ചെയ്യണമല്ലോ. അപ്പോൾ വന്ന പോലെ തന്നെ പോവുകയും ചെയ്തു. രാവിലെ എപ്പോഴാണ് വന്ന? ഒരു ഉച്ചയാകുമ്പോഴാണ് വന്നത്. വന്ന അപ്പം തന്നെ പോവുകയും ചെയ്തു. ഞാനും രോഷിയും പാപ്പിയൊക്കെ തന്നെ ഉള്ളത്. പാപ്പിക്കാണെങ്കിലും ഇപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണത്തോടെ ഇരിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഗുഡ് ഗേൾ അല്ലേ നീ? ഗുഡ് ഗേൾ അല്ലേ? നല്ല നല്ല മാറ്റമുണ്ട്. ഇവിടെ വന്ന ശേഷം ഒഴിച്ചലാണെങ്കിലും മിഷൻ തെറാപ്പി ആണെങ്കിലും എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാറ്റമുണ്ട്. കഴുത്തിനാണെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. നോക്കണതാണെങ്കിലും നമുക്ക് ഇങ്ങനെ കണ്ണൊന്നും വെട്ടാതെ നല്ല ശ്രദ്ധിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കുറേ പേരുടെ പ്രാർത്ഥനയിൽ എന്തായാലും ഉണ്ടല്ലോ. എന്തായാലും ആ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വയ്യാതാകുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടും നോക്കുമ്പോൾ
നോക്കൂ. ആ വയ്യാതെ കാണുമ്പോഴായിരിക്കും നമുക്ക് വിഷമം. പക്ഷെ എനിക്ക് വയ്യാതായ പിന്നെ എന്താ പറയുക, ഇവിടെ എടുക്കണ സമയത്ത് ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ്. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു സങ്കടമൊന്നും എന്താ വെച്ചാൽ ഇപ്പം അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വലുതായി വരികയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവളൊന്ന് തൂക്കിയെടുക്കാൻ പോലും ഇന്നലെ രാവിലെ ഒന്നും എനിക്ക് ഒന്നും വയ്യ, തീരെ പറ്റില്ല. മരുന്ന് കഴിച്ചിട്ട് ഇരുന്നിട്ടും ഒന്നും പറ്റില്ല. ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് പനിയൊന്നും കുറയും, വീണ്ടും ഭയങ്കര പനി അധികവും ഭയങ്കര ക്ഷീണം കൂടുതലായിരുന്നു. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഭഗവാനെ കൃഷ്ണ, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ ആയുസ് കമ്മിയാണെങ്കിൽ ഇരിക്കണം അത്രയ്ക്കും ആരോഗ്യത്തോടെ ഇരിക്കാനുള്ളൊരു ഭാഗ്യം എന്താ, എന്നാലും എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ സന്തോഷം പറയുന്നത് ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇവളെ സന്തോഷത്തോടെ ഇരുത്തുക, അതൊക്കെയാണല്ലോ. അപ്പോൾ അവളൊന്ന് നേരെയാവണ വരെയെങ്കിലും എന്നെ ഒന്ന് ആരോഗ്യത്തോടെ ഇരുത്തി തരണേ കൃഷ്ണ എന്ന് മാത്രം ഞാൻ ആ സമയത്ത് വിളിച്ചോളൂ. അല്ലാതെ വേറൊന്നും ആവശ്യപ്പെടാൻ നമുക്ക് തോന്നില്ല. അത് ഇങ്ങനെ ഇരിക്കണാണെങ്കിൽ നമുക്ക് വിഷമല്ലേ. നമുക്ക് എത്ര വയ്യാന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അത് ഒരു പെൺകുട്ടി ആവുമ്പോൾ പ്രത്യേകിച്ചും പറഞ്ഞു തരണ്ടല്ലോ. എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പം അതിൻ്റെതായ ഒരു ഇതൊക്കെ. എന്നിട്ട് ഇന്ന് കുളിപ്പിച്ചില്ല. അവൾക്കും ചെറിയൊരു മേല് ചൂട് ഇന്നലെ തോന്നിയപ്പോൾ വൈകുന്നേരം ആശുപത്രിയൊക്കെ കൊണ്ടുപോയി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുളിപ്പിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. മേല് വെള്ളം മാത്രം തോർത്ത് മുക്കി മേല് തുടച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തി. അതുകൊണ്ടാണ് കണ്ണും മൂക്കൊന്നും എഴുതാതിരിക്കുന്നത്. ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കഴിച്ചോ അമ്മ കുച്ചണ്ടേ, അമ്മ കുച്ചണ്ടേ. ഇപ്പം നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ക്ഷീണം കൊണ്ടാണെങ്കിലും മോൻ വാടിയ പോലെ ഇരിക്കണമെങ്കിൽ ഭയങ്കര ആക്റ്റീവായി സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ ഇരിക്കും. വേണ്ടേ? മതിയാ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. രോഷിയും ക്ലാസ്സൊക്കെ തുടങ്ങി പോകുന്നുണ്ട്. അവളൊരു 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. വരുമ്പോൾ 5 മണി 5:30 ഉള്ളിൽ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ തന്നെയാണ്. 6:30 തൊട്ട് 8:30 വരെ. പിന്നെ അതായി അവള് ഫുൾ ടൈം ബിസി ആയി. പിന്നെ പഴയ പോലെ ഞാനും പാപ്പിയും തന്നെയായി. പക്ഷേ പാപ്പി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും ഒരു തിരക്കിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചാൽ ഇവളുടെ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ. ഇപ്പം 2 ദിവസം ഉണ്ണിക്കും ചെറിയൊരു ജലദോഷം പോലെ തോന്നിയിട്ട് വിടാതിരുന്നാണ്. എന്ന് ചോദിച്ചാൽ അവിടെ വരുന്ന കുട്ടികളൊക്കെ ഇതേപോലത്തെ കുട്ടികൾ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഇവളുടെ ജലദോഷം വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരും ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ 2 ദിവസം വീട്ടിലിരുന്നാൽ കുഴപ്പമില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ പാപ്പിയെ? സുഖമല്ലേ എനിക്ക്? സുഖമാണോ? പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അപ്പോൾ എന്തെടുത്താലും പെട്ടെന്ന് ദേഷ്യം വരും, പിച്ചും. ഇതൊക്കെയാണ് ഇപ്പോൾ ജലദോഷം വന്നതിന് ശേഷം ഒരു ഇത്. അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.